കാർഷിക വാർത്തകൾ. ശബരിമല മണ്ഡലകാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. മുരിങ്ങയ്ക്കായ്ക്ക് ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 600 രൂപ വരെയാണ് വില ഉയർന്നത്. തമിഴ്നാട്ടിൽ കനത്ത മഴയെ തുടർന്ന് പച്ചക്കറി വരവ് കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണമായി വിലയിരുത്തുന്നത്. പച്ചക്കറി വിലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി താരമാണ് മുരിങ്ങയ്ക്ക. കിലോയ്ക്ക് വില 600 രൂപ വരെ എത്തി. മണ്ഡലകാലം തുടങ്ങിയതോടെ പച്ചക്കറിക്ക് ആവശ്യക്കാർ കൂടിയതും അയൽ സംസ്ഥാനങ്ങളിലെ പ്രതികൂല കാലാവസ്ഥയുമാണ് പച്ചക്കറി വിലയിൽ കുതിച്ചുചാട്ടമുണ്ടാക്കിയത്. ആഴ്ചകൾക്ക് മുമ്പേ കിലോയ്ക്ക് 130-150 രൂപയുണ്ടായിരുന്ന വില ഇപ്പോൾ 600 രൂപ വരെ എത്തി. വിളവെടുപ്പ് കാലം കഴിഞ്ഞതാണ് വില ഉയരാൻ കാരണമായി വ്യാപാരികൾ പറയുന്നത്. മണ്ഡലകാലത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുരിങ്ങയ്ക്കായ്ക്ക് ആവശ്യക്കാർ കൂടുതലാണ്. അതിനാൽ വില ഉയരുന്നതും പതിവാണ്. കഴിഞ്ഞ വർഷവും ഇതേ സമയം മുരിങ്ങയ്ക്കായുടെ വില വൻതോതിൽ കത്തിക്കയറിയിരുന്നു. കഴിഞ്ഞ വർഷം 500 രൂപ വരെ വില ഉയർന്നിരുന്നു. ഇത്തവണ പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതോടെ ഉൽപാദനവും കുറഞ്ഞു. കേരളത്തിലെ മാർക്കറ്റുകളിലേക്ക് തമിഴ്നാട്ടിൽ നിന്നുമാണ് പ്രധാനമായും മുരിങ്ങയ്ക്ക എത്തുന്നത്. വരണ്ട കാലാവസ്ഥയിൽ പൂക്കുകയും കായ് പിടിക്കുകയും ചെയ്യുന്ന വിളയാണിത്. തമിഴ്നാട്ടിൽ ഇടയ്ക്കിടെയുള്ള മഴ ഉൽപാദനത്തെ ബാധിച്ചതായി കച്ചവടക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയർന്നിട്ടും സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് ഗുണം ലഭിക്കുന്നില്ല. രാജ്യാന്തര വില കിലോഗ്രാമിന് 192 രൂപയ്ക്ക് മുകളിലാണെങ്കിലും കേരളത്തിലെ കർഷകർക്ക് 180 രൂപയ്ക്കടുത്ത് മാത്രമാണ് ലഭിക്കുന്നത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് റബ്ബർ വരവ് കൂടിയതാണ് വിലയിടിവിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഡിമാൻഡ് കുറഞ്ഞതോടെ ആഭ്യന്തര വില ചെറുതായി താഴോട്ടു പോയി. RSS 4 റബ്ബറിന് 185 രൂപയാണ് വില. ലാറ്റക്സ് വില 126 രൂപയിൽ താഴെയും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വില കുറവാണ്. മാത്രമല്ല ഉൽപാദനവും വലിയ തോതിലിടിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനമാണ് കാരണം. മിക്ക തോട്ടങ്ങളിലും ഉൽപാദനത്തിൽ 1/3 കുറവുണ്ട്. വിലയിടിവിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് ഇരുട്ടടിയായി ഉൽപാദനക്കുറവ് മാറി. റബ്ബർ വില കുത്തനെ താഴേക്ക് പോകുന്നതിന് പിന്നിൽ ടയർ കമ്പനികളാണെന്നാണ് കർഷകരുടെ ആക്ഷേപം. ഈ വർഷം തുടക്കത്തിൽ കർഷകർ ചരക്കു പിടിച്ചുവെച്ച് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇത്തവണയും ഇത് ആവർത്തിക്കാനാണ് കർഷക സംഘടനകളുടെ നീക്കം. ഇതിന്റെ ഭാഗമായി ജനുവരി മുതൽ ചരക്ക് വിപണിയിലേക്ക് ഇറക്കാതെയുള്ള പ്രതിഷേധത്തിലാണ് സംഘടനകൾ തയ്യാറെടുക്കുന്നത്. റബ്ബർ വില 200 രൂപ കടക്കുമ്പോൾ വിൽക്കുകയെന്ന നീക്കമാണ് കർഷകർ നടത്തുന്നത്. സംസ്ഥാന സർക്കാർ റബ്ബറിന്റെ താങ്ങുവില 200 രൂപയായി ഉയർത്തിയെങ്കിലും ചെറുകിട കർഷകർക്ക് വലിയ നേട്ടമുണ്ടാകുന്നില്ല. താങ്ങുവില 230 രൂപയെങ്കിലും ആക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ക്രിസ്മസ് പുതുവത്സര വിൽപ്പനയെ മുന്നിൽ കണ്ട് ഏലക്ക വിപണി വീണ്ടും സജീവമാകുകയാണ്. ആഭ്യന്തര വിദേശ വാങ്ങലുകാർ ലേലകേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന പശ്ചാത്തലത്തിൽ ഹൈറേഞ്ചിലെ വിളവെടുപ്പും വ്യാപാരവും ഒരുപോലെ ചൂടുപിടിച്ചിരിക്കുകയാണ്. ക്രിസ്മസ് പുതുവർഷ വിൽപ്പനയിൽ പ്രതീക്ഷയർപ്പിച്ച ആഭ്യന്തര വിദേശ വാങ്ങലുകാർ ലേലകേന്ദ്രങ്ങളിൽ ലഭ്യമായ ഏലക്ക വാങ്ങിക്കൂട്ടുകയാണ്. ഹൈറേഞ്ചിൽ ഏലം വിളവെടുപ്പ് 4ാം റൗണ്ട് പുരോഗമിക്കുകയാണ്. ഉൽപാദനം ഉയർന്നു നിൽക്കുന്നതിനാൽ പല അവസരത്തിലും കനത്ത തോതിൽ ചരക്ക് ലേലത്തിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ശരാശരി ഇനങ്ങൾ കിലോ 3000 രൂപ വരെ ഡിസംബർ ആദ്യം ഉയർന്ന് കർഷകരെ ആവേശം കൊള്ളിച്ചിരുന്നു. എന്നാൽ ഇക്കുറി 2500 മുകളിലേക്ക് ഉൽപ്പന്നത്തെ കയറ്റിവിടാതെയുള്ള വാങ്ങലിനാണ് പല ലേലത്തിലും ഇടപാടുകാർ നീക്കം നടത്തിയത്. ഉത്തരേന്ത്യയിൽ വിവാഹ സീസണായതിനാൽ ഏലത്തിന് ഡിമാൻഡ് ഉയർന്നു നിൽക്കുകയാണ്. ആഭ്യന്തര വിപണിയിലും വിദേശത്തും ഏലത്തിന് ഡിമാൻഡ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉയർന്നിട്ടുണ്ട്. US, യൂറോപ്യൻ വിപണിയിൽ നിന്ന് പുതിയ ഇറക്കുമതിക്കാരുടെ അന്വേഷണങ്ങൾ എത്തുന്നുണ്ട്. ഗ്വാട്ടമാല ഏലക്കയുടെ സാന്നിധ്യം രാജ്യാന്തര വിപണിയിൽ കുറഞ്ഞതാണ് ഇന്ത്യൻ ചരക്കിനെ പ്രിയപ്പെട്ടാക്കി മാറ്റുന്നത്. നിലവിലെ കാലാവസ്ഥ കണക്കിലെടുത്താൽ ജനുവരി 2ാം പകുതി വരെ വിളവെടുപ്പിന് അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപാദകർ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 184, RSS 5 181, ലാറ്റക്സ് 127, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 71100, കുരുമുളക് അൺഗാർബിൾ 69100, ഏലക്ക 2300 മുതൽ 2400 വരെ, വെളിച്ചെണ്ണ 34000, കൊപ്ര 22000, ചുക്ക് 24000.